ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. പ്രതാപന് കിട്ടുന്ന ഫണ്ടും കണ്ട മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ കിട്ടാത്ത അപ്പോൾ ആള് കൃഷിക്ക് വേണ്ടി എന്തു കാര്യം നല്ല രീതിയിൽ ആര് പറഞ്ഞാലും നല്ല രീതിയിൽ തന്നെ കൃഷിക്കാർക്ക് സബ്സിഡികളും നെൽകൃഷിക്കയിലും എല്ലാ കൃഷിക്കയിലും വളരെയധികം സബ്സിഡി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമുള്ള വർഗീയ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നു. സൽപ്രവർത്തികളൊന്നല്ലല്ലോ, അതിപ്പോ സുനിൽകുമാർ ആയാലും ചെയ്യുന്നതാണ്. സൽപ്രവർത്തികളല്ല, അത് ആളാ സിനിമ ഫീൽഡിൽ നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. തൃശ്ശൂർ ആരെടുക്കാനാണ് സാധ്യത? തൃശ്ശൂർ മുരളീധരൻ. അതെന്തുകൊണ്ടത്? മുരളീധരൻ മറ്റുള്ളവർ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ 5 വർഷം ഇവിടെ പ്രതാപൻ മത്സരിച്ചിട്ട് എന്തൊക്കെ വികസനങ്ങളാണ് നാട്ടിൽ കൊണ്ടുവന്നത്? പ്രതാപന് കിട്ടുന്ന ഫണ്ടും കണ്ട മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ കിട്ടാത്തത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ സുരേഷ് ഗോപിയൊക്കെ മത്സരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മുരളീധരന് ഭീഷണിയാവും? ഒരു ഇതില്ല, അവരുടെ ഒന്നും അതിൽ നടക്കില്ല. അപ്പോൾ മുരളീധരൻ തന്നെ ജയിക്കും എന്നുള്ളതാണോ? 100% മുരളീധരൻ ജയിക്കും. ഇന്ത്യയിലൊരു ഭരണമാറ്റം ഉണ്ടാവുമോ? ഇന്ത്യയിൽ ഈ പോക്കിന് ഭരണമാറ്റം ഉറപ്പാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ ഉറപ്പായിട്ട് വരും, ഉറപ്പാണ്. രാഹുൽ ഗാന്ധി ഇത്രയും പാടുപെട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇതേമാതിരി ചെയ്തിട്ട് പിന്നെ വരില്ല എന്നാ ഉറപ്പുള്ള കാര്യമാണ്. ഈ മുരളീധരന്റെ പെങ്ങള് BJP പാർട്ടിക്ക് പോയത് ഏതെങ്കിലും രീതിയിൽ അത് സുരേഷ് ഗോപിക്കാണ് ഏറ്റവും ദോഷം ഉണ്ടാവുക. കോൺഗ്രസിന് കൂടുതൽ കിട്ടുള്ളൂ. അത് ഇവിടുത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങളും മാറി എല്ലാം കൊണ്ടും ഈ മുരളീധരൻ വിജയിച്ചു എന്ന് തന്നെ പറയാം. അവള് പോയോടുകൂടി. തൃശ്ശൂർ ആരെടുക്കും? സുനിൽകുമാർ, VS സുനിൽകുമാറിനെ എടുക്കും. അതെന്തുകൊണ്ട് ഇത്ര ഉറപ്പ് പറയണേ? ആള് 3 കൊല്ലം MLA ചെയ്യുന്നത്, ഒരു കൊല്ലം കൃഷി വകുപ്പ് മന്ത്രി. ഞാനൊരു കർഷക തൊഴിലാളിയാണ്. അപ്പോൾ ആള് കൃഷിക്ക് വേണ്ടി എന്തു കാര്യം നല്ല രീതിയിൽ ആര് പറഞ്ഞാലും നല്ല രീതിയിൽ തന്നെ കൃഷിക്കാർക്ക് സബ്സിഡികളും നെൽകൃഷിക്കയിലും എല്ലാ കൃഷിക്കയിലും വളരെയധികം സബ്സിഡി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ കൃഷിക്ക് എന്താവശ്യത്തിനും ഫണ്ട് അനുവദിക്കാൻ എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചപ്പോഴാണ് ആൾ മന്ത്രിയായിരുന്നത്. അവരുടെ സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തന്നു. പക്ഷെ കേന്ദ്രത്തിൽ പോകുമ്പോൾ വീണ്ടും മോഡി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സുനിൽകുമാർ MP എന്ന നിലയ്ക്ക് മേടിച്ചു തരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്? കഴിയും, ഉറപ്പായിട്ടും കഴിയും. എനിക്കതിൽ ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ നിങ്ങൾ വീടുകളിലൊക്കെ സിനിമയിലൊക്കെ കാണുന്ന ഒരു താരപരിവേഷമൊക്കെ ഉള്ളൊരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടി സുനിൽകുമാറിന് അതൊരു ഭീഷണിയാകാൻ എന്തെങ്കിലും സാധ്യത കാണുന്നു? ഇല്ല, ആളൊരു ആക്ടറാന്നുള്ളൊരു തന്നെ ഉള്ളൂ, അല്ലാണ്ട് രാജ്യത്തിന് വേണ്ടി ആളൊന്നും ചെയ്യില്ല. ഇപ്പോൾ ഈ തൃശ്ശൂരുള്ള കുറേ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് KM മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി വെച്ചിട്ടുണ്ട്. ആൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി കാരണം കോൺഗ്രസിന്റെ എല്ലാ വോട്ടും കിട്ടി എന്തെങ്കിലും വിജയിക്കാൻ എന്തെങ്കിലും? വിജയിക്കില്ല. ഇവിടെ തൃശ്ശൂരുള്ള ആളല്ലേ VS സുനിൽകുമാർ, ആളെ വിജയിക്കുള്ളൂ. അത് സുനിൽകുമാർ ജയിച്ച് MP ആവും എന്നുള്ളതാണ് ഉറപ്പ് 100%. ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കാൻ സാധ്യത? ഇവിടെ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി തന്നെ ജയിക്കുള്ളൂ. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് 2% ഇപ്പോഴത്തെ സർവേയിൽ സുരേഷ് ഗോപി മുന്നിലാണ്. മെയിനായിട്ട് അവിടെ തന്നെ നമുക്കറിയാം സുരേഷ് ഗോപി ജയിക്കുന്നുള്ളത്. പിന്നെ ഒരു കാര്യം, അദ്ദേഹം 5 കൊല്ലം ഇവിടെ ഹോംവർക്ക് ചെയ്യുന്നു. ഇവിടെ തൃശ്ശൂർ കിടന്ന് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഗ്രാമങ്ങളിലും പോയിട്ട് ആൾ 5 കൊല്ലമായിട്ട് ഹോംവർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയാം. പിന്നെ നന്മയുള്ളൊരു മനുഷ്യനാണ്, ജനങ്ങൾക്ക് കൊണ്ട് നന്മ ചെയ്യുന്ന നല്ലൊരു വ്യക്തി. ആ വ്യക്തി പ്രഭാവം എന്തായാലും കാണിക്കും വിജയത്തിന്. അത് 100% ഉറപ്പ്. ഇത് എടുത്തിരിക്കുന്നുള്ള ഉറപ്പാണ്. സുരേഷ് ഗോപി 5 കൊല്ലമായിട്ട് തൃശ്ശൂരുണ്ടെന്ന് പറയുന്നു. പക്ഷെ സുരേഷ് ഗോപി ശരിക്കും കൊല്ലംകാരനാണ്. അപ്പോൾ ആൾ കൊല്ലത്ത് ഇതേവരെ അവിടെ പോയി പ്രവർത്തനം നടത്തുക, അവിടെ സ്ഥാനാർത്ഥി അവർ നോക്കാണ്ട് തൃശ്ശൂർ വന്ന് സ്ഥാനാർത്ഥി ആവുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടാണോ? അതല്ല, അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ തന്നെ പിടിപ്പുള്ള ആളാണ്. അത് അദ്ദേഹത്തിന് കേരളത്തിൽ ഏത് സ്ഥലമാണ് തിരഞ്ഞെടുക്കാൻ അർഹതപ്പെട്ട ആളാണ്. അത് അദ്ദേഹത്തിന് അറിയാം, കേന്ദ്ര നേതാക്കൾക്ക് അറിയാം. തിരുവനന്തപുരം വേണോ എടുക്കാം, കൊല്ലം വേണോ എടുക്കാം, കണ്ണൂർ വേണോ എടുക്കാം. പക്ഷെ ആൾക്കൊന്നും വേണ്ട. ആൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്നല്ല, ആൾ വയനാട് ഒരുപാട് ചെയ്യില്ലേ, വാളയാറിൽ, വയനാട്ടിൽ, മറ്റേ തിരുവനന്തപുരത്ത് ആദിവാസികളുടെ എല്ലാ സ്ഥലത്തും അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം അവിടെ എന്നാലും ജയിക്കും ഉറപ്പായിട്ടും.
അപ്പൊ മറ്റ് കെ മുരളീധരൻ, വി സുനിൽകുമാർ പോലുള്ള ആളുകളെ കൂടെ മത്സരിക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും വിധത്തിൽ വിജയ സാധ്യത കാണുന്നുണ്ടോ? മുരളീധരനൊക്കെ ഒന്നിനെ കൊടുത്ത് തോൽക്കാൻ വേണ്ടി നിന്നിരിക്കുന്ന സത്യം പറഞ്ഞാൽ അദ്ദേഹം നിയമത്ത് പോയി നിന്നു ആരെ തോൽപ്പിക്കാൻ, രാജഭവനും കുമ്മനരാശൻ തോൽപ്പിക്കാൻ വേണ്ടി. പിന്നെ വടകര പോയി. എൻ്റെ അദ്ദേഹം വടകരത്തെ ഒരു സ്ഥലമാണോ ജയിച്ച സ്ഥലമല്ലേ, അയാൾക്ക് അവിടെ നിന്നൂടെ? എന്തുകൊണ്ട് അയാൾ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു? ഇതൊന്നല്ല, അയാൾ ജയിക്കില്ല. അപ്പോൾ അയാൾക്ക് എന്താ ഒരു ഭീതി വന്നിരിക്കുന്നു, സ്വരൂപ് ജയിക്കാൻ പോകുന്നു. പിന്നെ പ്രതാപൻ്റെ 5 പേരും വളരെ മോശപ്പെട്ട ഭരണമായിരുന്നു. സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ തോൽക്കുന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് ഉണ്ടായിരുന്നു തോൽക്കുന്നുള്ളൂ. അതുകൊണ്ട് മാറ്റി ആരെ കൊണ്ടുവന്നു? മുരളീധരൻ കൊണ്ടുവന്നു. മുരളീധരൻ തോറ്റല്ലോ, അവിടെ ജയിച്ച സ്ഥലമല്ലേ, സിറ്റിംഗ് സീറ്റ് ജയിച്ച സ്ഥലം. അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നാൽ ഈ സെറ്റ് ജയിച്ചുകൂടെ? ഇവിടെ അദ്ദേഹം ജയിക്കില്ല, ആരും ഒന്നും ജയിക്കില്ല ഉറപ്പായിട്ടും. അപ്പോൾ സുരേഷ് ഗോപി കൊല്ലം ഇവിടെ ജയിക്കും, ഒരു കേന്ദ്രമന്ത്രി ആവാൻ സാധ്യത? കേന്ദ്രമന്ത്രി ആയിരിക്കും 100% ഉറപ്പ്, 100%. തൃശ്ശൂർ ജയിച്ച് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി ആവും, അതന്നെ കേന്ദ്രമന്ത്രി ആവും 100% ഉറപ്പായിട്ടും. ഈ തവണ തൃശ്ശൂർ മുരളീധരൻ ജയിക്കും എന്നാണ് ഉറപ്പ്. കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവും. കേരളത്തിന്റെ മുന്നണി തിരിച്ചു വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാം ആകാംക്ഷ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇന്ത്യയിലായാലും പുറത്തായാലും കണ്ടറിയാലോ. ഇപ്പോൾ മണിപ്പൂർ എന്നിട്ട് ഇവിടെ ഈ പ്രധാനമന്ത്രി 3 വട്ടം 4ാമത്തെ വട്ടം എന്നുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ വരണം. ഈ മണിപ്പൂർ ഒരു ദിവസമെങ്കിലും ആൾ പോയിട്ട് ഒന്ന് എത്തി നോക്കാനുള്ള ഒരു മനസ്സ് ആളിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ തൃശ്ശൂർ വന്നിട്ട് സുരേഷ് ഗോപിനെ മാതാവിനെ സഹായിക്കാനായിട്ട് കിരീടവും, ഇപ്പം എന്നിട്ട് ജയിച്ചു കഴിഞ്ഞാൽ പുത്തമ്പള്ളിയിലേക്ക് എന്നിട്ട് ചെങ്കോല കിരീടം എന്നിട്ടുണ്ട് വേറെ കൊടുക്കാന്നുള്ള ഒരു അവസ്ഥകൾ ഇപ്പോൾ ആൾ പ്രഖ്യാപിച്ചത്. അതിൻ്റെ മോദി ഇവിടെ വന്ന് ആ മണിപ്പൂർ പോയിട്ട് വന്ന് ജനങ്ങളെ ആശ്വസിപ്പിക്കുക, അതുമാതിരി കലകളുണ്ടാവുന്ന മേഖലയിലേക്ക് ഒന്ന് ഇറങ്ങി അവൻ്റെ ഒരു പ്രതിച്ഛായ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒന്ന് നോക്കിക്കുക, രാഹുൽ ഗാന്ധി എത്ര സംസ്ഥാനങ്ങളും ഇപ്പോൾ ഇവിടുന്ന് പദയാത്രയായിട്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ യാത്ര നടത്തി. അതുമാതിരി പ്രധാനമന്ത്രിക്ക് നടത്താൻ പറ്റുമോ? ഇത്രയും ജനകീയ നേതാവെന്ന് പറയുന്നുണ്ട് പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധി നടക്കണ പോലെ ഒന്ന് നിലത്തിറങ്ങി, കാറിൽ നിന്നല്ലാണ്ട് നിലത്തിറങ്ങി ഒന്ന് നടക്കാൻ പറ്റുമോ ആൾക്ക്? ജനങ്ങളെ പേടിച്ചിട്ട് വേണം. ഇപ്പോൾ പിണറായി വിജയനായാലും ജനങ്ങളെ പേടിച്ചിട്ടല്ല പിണറായി ഇത്രയും പേർക്ക് കാറിലും പോലീസിൻ്റെ അകമ്പടി കൂടി പോണേ. രാഹുൽ ഗാന്ധി നടക്കണം, വി ഡി സതീശൻ നടക്കണം, എന്തിനാ കെ സുധാകരൻ നടക്കണം എന്ന് നടക്കാൻ പറ്റുമോ ആൾക്ക്? ഒന്നും നടക്കാൻ പറ്റില്ല. അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കാണ് ഇപ്പോൾ പൊതുവായിട്ട് കാണുന്ന. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരോട് തമ്മിൽ സംസാരിക്കാനും അവരുടെ വാക്കുകൾ കേൾക്കുവാനും. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മരിച്ചതിൻ്റെ ശേഷമാണ് ആൾ ചെയ്ത ഇത്രയും വലിയ ഓർമ്മകൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാണ്. അതേമാതിരി തന്നെ ഓരോ പ്രവർത്തനവും അതിനെ മാറ്റിമറിക്കാൻ, കണ്ണിലെ പൊടിയിടാനും മറ്റുള്ള എന്താ പറയുക കള്ളപ്പണം ഒളിപ്പിക്കാനും കള്ളകേസ് ഒളിപ്പിക്കാനും അല്ലാണ്ട് LDF സർക്കാർ വല്ലതും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നരേന്ദ്രമോദിയുടെ എന്തൊക്കെ വികസനങ്ങളാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ എടുത്ത് പറയാൻ പറ്റിയത്? വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്യാസിൻ്റെ ഇത് BPLക്കാർക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് സ്വജൽധാര ഇതിൽ കുടിവെള്ളം കൊടുക്കുന്നു, പിന്നെ ഗരീബ് കല്യാൺ ദരിദ്രർക്ക് 10 വർഷം സൗജന്യമായിട്ട് അരി ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ റോഡുകളാണെങ്കിൽ ഹൈ ഇതിൽ ഇൻ്റർനാഷണൽ ലെവലിലാണ് റോഡുകൾ പണിയുന്നത്. പിന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 99% ഇപ്പം നടപ്പാക്കി. ഇനി ഉള്ളത് ഒരു കാര്യം കൂടി ഉള്ളത്, അത് ഇപ്പം അടുത്ത് തന്നെ ശരിയാവാൻ പോണ്. ഇതിപ്പോൾ ചേട്ടൻ ഗ്യാസിൻ്റെ കണക്ഷൻസ് കൊടുക്കുന്ന ഈ ഗ്യാസിന് വില 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന 400 രൂപ ഇപ്പോൾ 1200 ഇതൊക്കെ ഒരു മൊത്തത്തിൽ സംസാരമാവില്ല? ഇതൊക്കെ ദോഷം ചെയ്യുമോ? ഇത് ദോഷം ചെയ്യാന്ന് വെച്ചാലേ ഇത് ഈ കാശ് സർക്കാർ എടുക്കല്ല, സർക്കാർ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. കൊറോണ വാക്സിൻ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊറോണ വാക്സിൻ കൊടുത്തു. വേറെ ഏതൊരു രാജ്യത്താണ് കൊടുത്തതാണ്? പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നരേന്ദ്രമോദിക്ക് അവരുടെ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമുള്ള വർഗീയ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുന്നുള്ള അത് 100% ഉറപ്പാണ്. തൃശ്ശൂർ ആരെടുക്കാൻ സാധ്യത? സുനിൽകുമാർ തന്നെ. എന്താ സുനിൽകുമാർ എടുക്കുമെന്ന് പറയാൻ കാരണം? ആള് നല്ല വ്യക്തിയാണ്. ആള് ഇതിക്ക് മുന്നേ മന്ത്രിയായിട്ടുള്ളതാണ്. ആളുടെ ഭരണം നല്ല എല്ലാ ജനങ്ങളുടെ ഇടയിൽ നല്ല താല്പര്യമുള്ളതാണ്. നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടല്ലോ. പെൻഷൻ കൊടുക്കണില്ല, അങ്ങനെയുള്ള
കുറെ പരാതികളുണ്ടല്ലോ, അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇലക്ഷനെ ബാധിക്കുമോ? ഇല്ല, അതിൻ്റെതായ കാര്യങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണല്ലോ ഇലക്ഷന് നിൽക്കുന്നത്. എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ സുനിൽകുമാർ ജയിക്കാനാണ് സാധ്യത. ഈ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് തന്നെ പോകുള്ളൂ. സുരേഷ് ഗോപി ഒരുപാട് സത്പ്രവർത്തികൾ ചെയ്യേണ്ടതൊക്കെ മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ ആൾക്ക് ഗുണം ചെയ്യും? സൽപ്രവർത്തികളൊന്നുമല്ലല്ലോ, അതിപ്പോ സുനിൽകുമാർ ആയാലും ചെയ്യണതാണ്. സൽപ്രവർത്തികളല്ല, അത് സിനിമ ഫീൽഡിൽ നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭരണം ഇത്തവണ മാറാൻ വഴിയുണ്ടോ, അതോ വീണ്ടും മോദി അധികാരത്തിൽ വരുമോ? വരാൻ സാധ്യതയില്ല. അത് ഇത്തവണ മോഡി മാറി ഇന്ത്യ മുന്നണി കേന്ദ്രം ഭരിക്കുന്നതാണ് പറയുന്നത്. അതെ, ഞങ്ങൾക്ക് പുതിയ ഭരണം, കാരണം വെച്ചാൽ മോദിയുടെ ഒക്കെ ഭരണം കൊണ്ട് ഞങ്ങളൊക്കെ നട്ടം തിരിഞ്ഞിരിക്കുകയല്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ 10 വർഷം കൊണ്ട് ഉണ്ടായെന്ന് എടുത്തു പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ? അത് പെട്രോളിന് വില വർധന, അതേപോലെ തന്നെ മറ്റുള്ള ഈ ഭക്ഷണത്തിനായാലും എല്ലാ കാര്യങ്ങളും നികുതി അടക്കൽ, ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ മോഡി ഭരണം ഒന്ന് മാറി പുതിയൊരു ആഗ്രഹം. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ സുനിൽകുമാർ ജയിക്കും. ഈ ക്യാമറയിൽ തന്നെ അതിന് സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, ആളൊക്കെ 2ാം സ്ഥാനത്തേക്ക് വരും. 2ാം സ്ഥാനത്തേക്ക് പോകും. അപ്പോൾ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക്, സുനിൽകുമാർ ജയിച്ച് MP ആവുമെന്നാണ് പറയുന്നത്. അതെ. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.